കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു നല്ല പ്രഭാതം കൂടെ ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. ഈ നല്ല പ്രഭാതം രാവിലെ നിങ്ങൾ എഴുന്നേറ്റ് വരുമ്പോൾ ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ വേണം എഴുന്നേറ്റ് വരുവാൻ. സ്തുതി സ്തോത്ര യാഗങ്ങൾ ദൈവസന്നദ്ധിയിൽ അർപ്പിച്ചുകൊണ്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യുവാൻ, എഴുന്നേറ്റ് വരുവാനായിട്ട്. സ്തോത്രം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നിങ്ങൾക്ക് നൽകിയ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. തുടർന്നും നിങ്ങൾ ഈ സന്ദേശം കേൾക്കുകയും മറ്റുള്ളവരിലേക്ക് ഈ സന്ദേശം പങ്കുവെക്കുകയും ചെയ്യണം. അത് അവർക്കും അനുഗ്രഹമാകട്ടെ. അനേക ഗ്രൂപ്പുകളിൽ നിങ്ങൾ ഇത് ഷെയർ ചെയ്യണം. അത് കേൾക്കുന്നവരെല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ചെറിയ സന്ദേശമായതുകൊണ്ട് നിങ്ങൾക്ക് വേഗത്തിൽ ഇത് കേൾക്കാൻ തിരക്ക് പിടിച്ച ജീവിതയാത്രയിൽ ഒത്തിരി നേരമൊന്നും പ്രസംഗങ്ങൾ കേൾക്കാനുള്ള ഒരു സാഹചര്യത്തിലല്ല എല്ലാവരും, എനിക്ക് നന്നായിട്ടറിയാം. എങ്കിലും സ്ഥിരമായി ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ വന്ദനം അറിയിക്കുകയാണ്. സ്തോത്രം. ഇന്ന് രാവിലെ സമയത്ത് നിങ്ങൾക്ക് നൽകുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്ന സന്ദേശം എന്ന് പറയുന്നത്, കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യൻ്റെ അവൻ്റെ അവസ്ഥ വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് അവൻ മാറ്റപ്പെടുകയാണ്. അവന് എങ്ങനെയാണ് കള്ളന്മാരുടെ കയ്യിൽ പെടാനുള്ള കാരണം? ദൈവത്തിന് സ്തോത്രം. അവൻ്റെ സാഹചര്യങ്ങൾ എന്താണ്? ഇതെല്ലാം നമുക്ക് ചില മിനിറ്റുകൾ കൊണ്ട് വേഗത്തിൽ ചിന്തിച്ച് വാക്കുകൾ അവസാനിപ്പിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 36-ാമത്തെ വാക്യം. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടവന് ഈ മൂവരിൽ കൂട്ടുകാരായി തീർന്നുവെന്ന് എനിക്ക് തോന്നുന്നു. അവനോട് കരുണ കാണിച്ചവൻ എന്നവൻ പറഞ്ഞു. യേശു അവനോട് നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു. ഒരു മനുഷ്യനെ ജീവിതത്തിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു വലിയ വിഷയം, പ്രതീക്ഷിക്കാത്ത സമയത്തൊരു വിഷയത്തെ നേരിടുകയാണ്. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകാറുള്ള സംഭവമാണ്. ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് ജീവിതത്തിന് നേരെ ഒരു വലിയ പ്രതിസന്ധി കടന്നു വരിക. ചിലപ്പോൾ രോഗമാകാം, ചിലപ്പോൾ മാനസികമായിട്ടുള്ള പീഡനമാകാം, അല്ലെങ്കിൽ തലമുറയിൽ നിന്നുള്ള പ്രശ്നങ്ങളാകാം. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇതാ യെരുശലേമിൽ നിന്ന് ഒരു മനുഷ്യൻ യെരികോവിലേക്ക് യാത്ര ചെയ്യുകയാണ്. യെരുശലേമിൽ നിന്ന് യെരികോവിലേക്ക് പോകുന്ന ആ മനുഷ്യൻ ഒരു ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യത്തിന് വേണ്ടി പോകുകയാണ്. അതുകൊണ്ട് തന്നെ അവൻ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള സമ്പത്തൊക്കെ അവൻ കരുതിയിട്ടുണ്ട്. യെരുശലേമിൽ അവൻ നല്ല സെറ്റപ്പിലായിരുന്നു. പക്ഷെ അതൊന്നും അവന് പോരാ. ഏതാ അവന് ഈ ഉണ്ടാക്കി വെച്ചതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടെ ഉണ്ടാക്കി ഇങ്ങനെ മോളി കൊണ്ടുവരണം. അതിനുവേണ്ടി അവൻ യെരുശലേമിൽ നിന്ന് യെരികോവിലേക്ക് എന്ത് ചെയ്യാണ്. ഇന്ന് അങ്ങനെയുള്ള ഒരുപാട് ആത്മികരുണ്ട്. ഏതാ ആർക്കും ഒന്നും കൊടുക്കാതെ കൂട്ടിവെച്ച് മോളി വെച്ച് അങ്ങനെ പോകുന്ന ഒരുപാട് ആളുകൾ ഇന്ന് ആത്മീയ മേഖലയിലുണ്ട്. അവസാനം ഇതെല്ലാം കൂടെ ഒന്നിച്ചു കൊണ്ടുപോയി പലയിടത്തും കൊണ്ടുപോയി കുഴിച്ചിടുന്നതും കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ഒരു വാർത്ത നമ്മൾ കണ്ടു. ഒരു മനുഷ്യൻ ലക്ഷങ്ങൾ ചെറിയ വയൻ്റെ കൂടുകളൊക്കെ ആക്കി വെച്ച് ഇങ്ങനെ എന്ത് ചെയ്യുക, കഴിഞ്ഞു പോവുക. ദൈവത്തിന് സ്തോത്രം. ഒരു പ്രയോജനവും ഇല്ല. മനസ്സിലായോ? അപ്പൊ ഈ മനുഷ്യൻ ബിസിനസ് പരമായി അവന് യെരുശലേമിൽ നല്ല നിലയിൽ, ദൈവത്തിന് സ്തോത്രം, യെരുശലേമും യെരികോവും തമ്മിലായിട്ടുള്ള ഏകദേശം 3000 അടി ഉയരമുള്ള യെരുശലേമിൽ നിന്ന് അവൻ എന്ത് ചെയ്യാണ്, യോർദാന്റെ തീരത്ത് ഈന്തപ്പട്ടണം എന്ന പേരിൽ അറിയപ്പെടുന്ന യെരികോവിലേക്കാണ് അവൻ പോകുന്നത്.
ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഏകദേശം ഈ എരികോ പട്ടണത്തിന്റെ 3000 അടി ഉയരത്തിലാണ് യെരുശലേം എന്ത് ചെയ്യുന്നത്, നിലകൊള്ളുന്നത്. ഈ ഉയരത്തിൽ നിന്ന് അവൻ എന്ത് ചെയ്യാണ്, നേരെ ഈന്തപ്പട്ടണമെന്ന് അറിയപ്പെടുന്ന യെരികോവിലേക്ക് അവൻ പോവുകയാണ്. അവിടെ അവന്റെ ലക്ഷ്യം ബിസിനസ് ചെയ്യുക എന്നുള്ളതാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അന്നത്തെ കാലത്ത് വാഹന സൗകര്യങ്ങളൊന്നുമില്ല എന്ന് നമുക്കറിയാം. അവിടെയുള്ള ഏറ്റവും സ്പീഡ് കൂടിയ വാഹനം എന്ന് പറയുന്നത് കഴുതയാണ്. കഴുതപ്പുറത്ത് കയറി അവൻ യാത്ര ചെയ്താൽ ഏകദേശം ഒരു ദിവസം മുഴുവൻ യാത്ര ചെയ്തെങ്കിൽ മാത്രമേ ഇവൻ എന്ത് ചെയ്യാൻ പറ്റൂ, ഈ സ്ഥലത്ത് എത്തിച്ചേരാൻ പറ്റൂ. അത് വലിയ വളവും തിരിവും ഒക്കെ ഉള്ള വഴിയാണ്. ഏകദേശം 30 കിലോമീറ്റർ ദൂരം താണ്ടേണ്ടതായ ദൂരമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ യാത്ര വളരെ അപകടകരമായ യാത്രയാണ്. കള്ളന്മാരും അതുപോലെ മോശമായി ഉള്ള ആളുകളൊക്കെ പിടിച്ചുപറിക്കാരൊക്കെ പതിയിരിപ്പ് മേഖലകളുള്ള സ്ഥലമാണ്. ദൈവത്തിന് സ്തോത്രം. ഈ വഴിയിൽ കൂടെയാണ് ഇവൻ എന്ത് ചെയ്യുന്നത്, മുൻപോട്ട് പോകുന്നത്. അവന്റെ തന്റെ ഇടം ഭയങ്കരം തന്നെ കേട്ടോ. ദൈവത്തിന് സ്തോത്രം. അവൻ അങ്ങനെ പോയി. തിരുവെഴുത്ത് പറയുന്നത് കള്ളന്മാരുടെ കയ്യിൽ അവൻ അകപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. ഞാൻ അതിനകത്ത് വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് കഴിയും. യേശു പറഞ്ഞത്, ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് എരികോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവനെ വസ്ത്രമഴിച്ച് മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായി വിട്ടേച്ചു പോയി. വസ്ത്രം അഴിച്ച് മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായി വിട്ടേച്ചു പോയി. ദൈവത്തിന്. അപ്പോ അവന്റെ ജീവിതത്തിൽ ഇപ്പൊ എല്ലാം നഷ്ടപ്പെട്ടവനായി എന്ന് പറയുന്ന ഉടുതുണി പോലും നഷ്ടപ്പെട്ടവനായി മാറി. മുറിവുകൾ ശരീരത്തിലേറ്റു. അവൻ ക്ഷീണിതനായി വഴിയോരത്ത് ഒരു ഡെഡ് ബോഡി കിടക്കുന്നത് പോലെ കിടക്കുകയാണ്. ജീവിതത്തിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ പരിചയ സമ്പന്നമായ ഒരു സ്ഥലമല്ല, ആ പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് അകപ്പെട്ടു പോകുമ്പോൾ, പരിചയമില്ലാത്ത മേഖലകളിൽ അകപ്പെട്ടു പോകുമ്പോൾ, മുന്നോട്ടു പോകുവാൻ വഴി ഇല്ലാതെ അടയപ്പെട്ട അനുഭവങ്ങളിൽ, എല്ലാം നഷ്ടപ്പെട്ട അനുഭവത്തിൽ കഴിയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ ഇന്ന് രാവിലെ സമയത്ത് ഞാൻ നിങ്ങളോടൊരു ദൂത് പറയാം. നിങ്ങൾ എവിടെ നിന്നാണ് യാത്ര പുറപ്പെട്ടത്? സ്തോത്രം. യെരുശലേമിൽ നിന്ന് യെരികോവിലേക്ക് ആമേൻ ഉള്ള യാത്രയാണോ? അത് അപകടമാണ്. യെരുശലേം എന്ന് പറയുന്നത് സമാധാനത്തിന്റെ സമൃദ്ധിയുടെ ആമേൻ മേഖലയാണ്. ആ മേഖലയിൽ നിന്ന് ഈന്തപ്പട്ടണം എന്ന പേരിൽ അറിയപ്പെടുന്ന എരികോ പട്ടണത്തിലേക്ക് ഉള്ള യാത്ര അത് അപകടമാണ്. അത് അതിമോഹത്തിന്റെ യാത്രയാണ്. നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രയാണ്. സമ്പാദ്യങ്ങൾ കുമിഞ്ഞുകൂട്ടാൻ വേണ്ടിയുള്ള യാത്രയാണ്. അത് അപകടമാണ് കേട്ടോ. സ്തോത്രം. ഇന്ന് രാവിലെ സമയത്ത് നിന്റെ യാത്ര നിന്റെ ഉപജീവനത്തിനു വേണ്ടിയാകട്ടെ. നിന്റെ യാത്ര ആമേൻ ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടിയാകട്ടെ. നിന്റെ യാത്ര നിന്റെ കുടുംബത്തിനു വേണ്ടിയാകട്ടെ. നിന്റെ യാത്ര ആമേൻ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് ആമേൻ സമ്പാദ്യങ്ങൾ ആമേൻ കൂട്ടിവെക്കേണ്ടതിന് വേണ്ടിയുള്ള യാത്രയായാൽ അത് അപകടമാണ്. ആമേൻ അതൊരു മുന്നറിയിപ്പായി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. യെരുശലേമിൽ നിന്ന് യെരികോവിലേക്ക് പോയ മനുഷ്യൻ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. സ്തോത്രം. ഇതല്ലേ ഏദനിൽ സംഭവിച്ചത്? യഹോവയായ ദൈവം ആക്കി വെച്ചതായിരിക്കുന്ന ആദം ഹൗവ കുടുംബത്തിൽ സാത്താന്റെ പ്രവർത്തനങ്ങൾ വെളിപ്പെട്ടപ്പോൾ എന്താ സംഭവിച്ചത്? അവർ ഇരുവരും നഗ്നരായി മാറി എന്ന് പറഞ്ഞാൽ ദൈവം കൊടുത്ത തേജസ്സിന്റെ വസ്ത്രം ആമേൻ അവർക്ക് നഷ്ടപ്പെട്ടു. അവർ നഗ്നരെന്നവർ അറിഞ്ഞു. തുടർന്ന് എന്താ സംഭവിച്ചത്? ദൈവത്തിന്റെ ഏദൻ പരദീസയിൽ നിന്ന് അവൻ അവരെ ആമേൻ പുറത്താക്കി. പ്രിയപ്പെട്ടവരെ, അവിടെ ദൂതനെ കാവലാക്കി വെച്ചു. പ്രൈസ് ദ ലോർഡ്. സ്തോത്രം. ഞാൻ ഒരു കാര്യം ഉറപ്പായി
ആമേൻ, ദൈവമക്കളോട് പറയാം, നിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പിശാച് ലക്ഷ്യം വെച്ചിരിക്കുന്നത് നിന്റെ വിശുദ്ധിയുടെ ആമേൻ വസ്ത്രത്തെയാണ് നോക്കുന്നത്. നിന്നെ അപകടപ്പെടുത്തുവാൻ ആദ്യം പിച്ച് ചീന്തുക എന്നുള്ള ലക്ഷ്യമാണ്. ആമേൻ, ദൈവത്തെ സേവിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന ദൈവ പൈതലേ, എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ള സന്ദേശം ഇതാണ്. നീ പ്രാപിച്ചെടുത്ത വിശുദ്ധിയുടെ വസ്ത്രമുണ്ടല്ലോ, അത് പിച്ച് ചീന്തുവാൻ പിശാച് പദ്ധതികൾ തയ്യാറാക്കുമ്പോൾ, കെണികൾ ഒരുക്കുമ്പോൾ അതിൽ നിന്ന് നീ പുറത്തു വരയണം. നീ യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്കുള്ള യാത്ര പര്യവസാനിപ്പിക്കുക. പോയച്ചു വരാം, പെട്ടെന്ന് വരാം, ഇല്ല ഞാൻ അവിടെ താമസിക്കുകയില്ല, ഞാൻ അവിടെ ബിസിനസ് ചെയ്യത്തില്ല, അവിടുന്ന് കുറെ കളക്ട് ചെയ്ത് എൻ്റെ വീട്ടിലോട്ട് അല്ലെങ്കിൽ എൻ്റെ പട്ടണത്തിലേക്ക് ഞാൻ കൊണ്ടുവരും, കുറെ ഈന്തപ്പഴമൊക്കെ വാങ്ങിച്ച് നാട്ടിൽ വന്ന് ബിസിനസ് ചെയ്യാം. ചിന്തയും പ്രതീക്ഷയും ഒക്കെ അങ്ങനെയാ. പക്ഷെ പിശാച് വളരെ തന്ത്രശാലിയാണ്. അവൻ കള്ളനാണ്, അവൻ മോഷ്ടിക്കുന്നവനാണ്, അവൻ അറക്കുന്നവനാണ്, നിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും തകർക്കുന്നവനാണ്. അവൻ അറക്കുവാനും മുടിപ്പാനും വരുന്നവനാണ്. അവൻ ബോഷ്കിന്റെ അപ്പനാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാവിലെ സമയത്ത് നാം അത് തിരിച്ചറിയുന്നുവെങ്കിൽ നമുക്ക് യെരൂശലേമിൽ സമാധാനത്തോടെ നിലകൊള്ളുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ഇന്ന് രാവിലെ സമയത്ത് യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്കുള്ള യാത്ര ആരുടെയെങ്കിലും കാൽ അതിനുവേണ്ടി സ്റ്റെപ്പുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആത്മാവിൽ ഞാൻ പറയട്ടെ, നീ അത് സ്റ്റോപ്പ് ചെയ്യുക. നീ യെരൂശലേമിൽ വസിക്കുന്നതാണ് നിനക്ക് ഏറ്റവും യോഗ്യമായ അനുഭവം. അവിടുത്തെ നന്മ നിന്റെ ജീവിതത്തിന് ഹല്ലേലൂയ നിന്റെ ലക്ഷ്യത്തിലേക്ക് നയിപ്പാനിടയായി തീരും. നിന്റെ ഉപജീവനത്തിന് ഉതകുന്നതായി മാറും. അവിടുത്തെ സമാധാനം, അവിടുത്തെ സന്തോഷം, പ്രിയപ്പെട്ടവരെ, അത് യെരിഹോവിൽ കിട്ടുകയില്ല. അതുകൊണ്ട് തീരുമാനമെടുത്തുകൊള്ളുക, ഞാൻ യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുകയില്ല. എത്ര പേർക്ക് അങ്ങനെ ഒരു സമർപ്പണത്തിൽ എത്താൻ കഴിയും? പലരും പോയി പരാജയപ്പെട്ടു കേട്ടോ. ഒരുപാട് ആളുകളെ എനിക്ക് പരിചയമുണ്ട്. യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോയ ഒരുപാട് ദൈവദാസന്മാരെ എനിക്കറിയാം. കേറിപ്പോന്നിട്ടില്ല കേട്ടോ, അവർ രക്ഷപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ സമാധാനത്തിൽ നിന്ന്, ദൈവം കൊടുത്ത സന്തോഷത്തിൽ നിന്ന് യെരിഹോവിലേക്ക്, പാപത്തിന്റെ പട്ടണമായ യെരിഹോവിലേക്ക്, കൺമോഹത്തിലേക്ക്, ജഡമോഹത്തിലേക്ക്, ജീവനത്തിന്റെ പ്രതാപത്തിലേക്ക് പിശാച് വലിച്ചടച്ചു കൊണ്ടുപോയിട്ട് കേറിപ്പോരാൻ കഴിയാത്ത നിലയിൽ കൈകാലുകൾ ചെങ്ങല കൊണ്ട് വരിഞ്ഞു മുറുക്കി അവസാനം വലിയ തകർച്ചയിൽ ചെന്നെത്തിയിരിക്കുന്ന എത്രയോ പാസ്റ്റേഴ്സിനെ, ദൈവവേലക്കാരെന്ന് അഭിമാനിച്ച് കർത്താവിന്റെ വേല ചെയ്ത് മുൻപോട്ട് പോയ എത്രയോ ദൈവദാസന്മാർ യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോയി തിരികെ വരാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഹല്ലേലൂയ. നമുക്കറിയാം, രൂത്തിന്റെ പുസ്തകം പഠിക്കുമ്പോൾ നമുക്കറിയാം, ഒരു കുടുംബം എന്ത് ചെയ്തു? യാത്ര ചെയ്ത് മോവാബിൽ ചെന്ന് കയറി. എന്താ സംഭവിച്ചത്? അവിടെ വേരുറപ്പിച്ചു. കുഞ്ഞുങ്ങൾ അവിടെ നിന്ന് വിവാഹം കഴിച്ചു. പ്രിയപ്പെട്ടവരെ, അപ്പം പോയി, ആൺമക്കൾ രണ്ടും പോയി. പ്രിയപ്പെട്ടവരെ, എല്ലാം തകർന്ന് തരിപ്പണമായി. പ്രിയരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ തള്ളിക്കളയരുത് കേട്ടോ. ക്രൂശിൽ ചൊരിഞ്ഞ പുണ്യാക രക്തം നിന്റെ പാപത്തെ മുഴുവൻ മോചിച്ച് നിനക്ക് നീതിയുടെ വസ്ത്രം അവൻ ഉടുക്കുവാൻ തന്നു. അത് നീ മറക്കരുത് കേട്ടോ. സ്തോത്രം. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു പോയാൽ നിന്നെ പിച്ചു ചീന്തും കേട്ടോ. നിന്നെ ഒരു ചണ്ടിയാക്കി മാറ്റും കേട്ടോ. നിന്റെ സമാധാനം നഷ്ടപ്പെടും, നിന്റെ സന്തോഷം നഷ്ടപ്പെടും, നിന്റെ സമ്പത്ത് നഷ്ടപ്പെടും, നിന്റെ ആരാധന നഷ്ടപ്പെടും, നിന്റെ അകത്തെ ആത്മാവ് നിത്യതയിലെത്താതെ അവിടെ നിനക്ക് നഷ്ടപ്പെടും. നിന്റെ ജീവിതത്തിൽ സ്വസ്ഥത ഉണ്ടാകുകയില്ല, സമാധാനം ഉണ്ടാകുകയില്ല, നിരാശയുടെ മുഖം പേറും. അപകടങ്ങളിൽപ്പെടും, ആത്മഹത്യ ചെയ്യാനുള്ള പ്രേരണ ഉണ്ടാകും, കൊലപാതകം ചെയ്യാനുള്ള പ്രേരണ ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, കള്ളന്മാർ നിന്നെ പിച്ചു ചീന്തുവാൻ ഇടയായി തീരും. ഇന്ന് രാവിലെ സമയത്ത് ആത്മാവിൻ ഞാൻ പറയട്ടെ, നിന്റെ ജീവിതത്തെ യെരൂശലേമിൽ സമാധാനത്തിന്റെ വലിയ 3000 അടി ഉയരത്തിലുള്ള വലിയ പട്ടണത്തിനകത്ത് നീ തല ഉയർത്തപ്പെട്ടു നിൽക്ക്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കള്ളന്മാരുടെ കയ്യിലകപ്പെട്ട അവന്റെ വസ്ത്രം വലിച്ചു കീറി, സ്തോത്രം, ഉരിഞ്ഞെടുത്തു.
ആമീൻ, അവന്റെ ശരീരം മുറിവേൽപ്പിച്ചു. അവനെ അർത്ഥപ്രാണനായി അവർ ആമീൻ തള്ളിക്കളഞ്ഞു. എൻ്റെ അർത്ഥം എന്താണ്? എൻ്റെ അർത്ഥം എന്താണ്? നീ രക്ഷപ്പെടരുത്. ഹല്ലേലൂയ. നിന്നെ കാണുന്നവരെല്ലാം മൂക്കത്ത് വിരൽ വെക്കണം. ആമീൻ, നാണം കെട്ടവനായി നാണം കെട്ടവളായി നീ മാറണം. ഞാൻ വാക്കുകൾ നീട്ടുന്നില്ല. ഇന്ന് രാവിലെ സമയം ആമീൻ, നീ ക്രിസ്തുവിലേക്ക് നിന്റെ ജീവിതത്തെ സമർപ്പിക്ക്. ദൈവം നിന്നെ മാനിക്കാൻ പോവുകയാ, ദൈവം നിന്നെ ഉയർത്താൻ പോവുകയാ, ദൈവം നിന്നെ കരുതാൻ പോവുകയാ. ഞാൻ ഈ രാവിലെ സമയത്ത് ആത്മാവിൽ അത് പ്രഖ്യാപിക്കുകയാ. ദൈവത്തിന്റെ അത്ഭുതകരമായ ഒരു വലിയ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വരാൻ പോവുകയാ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതത്തെ ദൈവം തൊട്ടുണർത്തണമേ. യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുന്ന ആമീൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവേ, അവരുടെ യാത്ര ആമേൻ തടഞ്ഞ് അവരെ യെരൂശലേമിൽ ഉറപ്പിക്കണമേ. ദുഷ്ടന്റെ കയ്യിൽ പെടാൻ അനുവദിക്കരുത്. ആമേൻ കർത്താവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. രോഗികളായി മാനസികമായ വ്യത അനുഭവിക്കുന്നവർ, സാമ്പത്തികമായ തകർച്ചകൾ അനുഭവിക്കുന്നവർ, വിവിധ പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്നവർ, ആമേൻ, ഈ സന്ദേശം കേൾക്കുമ്പോൾ അവർക്ക് വലിയ വിടുതൽ ഉണ്ടാകട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, അങ്ങനെ സംഭവിക്കട്ടെ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ സന്ദേശം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൈമാറ്റം ചെയ്യണം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.